നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയുടെ പേര് എന്റെ ഗുരുവിന്റെ അമാനുഷിക ശക്തി എന്നാണ്. എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിതത്തിൽ നടന്ന നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു സംഭവകഥയാണിത്. ആത്മീയതയുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമുക്ക് ഈ കഥയിലൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാമല്ലേ? കഥ തുടങ്ങുന്നത് ദക്ഷിണേശ്വരത്തെ പ്രശസ്തമായ ആ കാളി ക്ഷേത്രത്തിൽ വെച്ചാണ്. അവിടെ തികച്ചും അപ്രതീക്ഷിതമായ ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ്. ഒരു ദിവസം ശ്രീരാമകൃഷ്ണ പരമഹംസർ അവിടെ ഭക്തരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് ഒരാൾ കയറി വന്നു. കണ്ടാൽ ഒരു സാധാരണ ഭക്തനെ പോലെ തന്നെയുണ്ട്. പക്ഷേ ആളുടെ മനസ്സിലിരിപ്പ് വേറെയായിരുന്നു. അവിടെ കൂടിയിരുന്നവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ആ വന്നയാൾ നേരെ ശ്രീരാമകൃഷ്ണന്റെ മുഖത്ത് നോക്കി ഉറക്കെ പറഞ്ഞു, "നിങ്ങളൊരു കള്ളനാണ്, വെറുതെ ആളുകളെ പറ്റിക്കുകയാണ്." ഈ വാക്കുകൾ കേട്ട് ചുറ്റുമുള്ളവരൊക്കെ അക്ഷരാർത്ഥത്തിൽ തരിച്ചുപോയി. പക്ഷെ ശ്രീരാമകൃഷ്ണന്റെ മുഖത്ത് അപ്പോഴും ശാന്തമായൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണന്റെ ഈ ശാന്തമായ പ്രതികരണം കണ്ടപ്പോൾ ആ വന്നയാൾക്ക് ദേഷ്യം കൂടി. തന്റെ ഗുരു എത്ര വലിയ ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടി അയാൾ അഹങ്കാരത്തോടെ ഒരു കാര്യം പറഞ്ഞു. ആ വാക്കുകളിലാണ് ഈ കഥയുടെ എല്ലാം കാതലിരിക്കുന്നത്. അയാൾ വലിയ അഭിമാനത്തോടെ പറഞ്ഞു, "എന്റെ ഗുരു ഉണ്ടല്ലോ, ഒരു മഹാനാണ്. അദ്ദേഹത്തിന് അമാനുഷിക സിദ്ധികളുണ്ട്. വെള്ളത്തിനു മുകളിലൂടെ നടക്കാൻ പറ്റും. ഒരു പുഴ കടക്കാൻ തോണിയോ പാലമോ ഒന്നും വേണ്ട. അദ്ദേഹം വെള്ളത്തിനു മുകളിലൂടെ അങ്ങ് നടന്നുപോകും." വെള്ളത്തിലൂടെ നടക്കാനുള്ള ഈ കഴിവ് കേട്ടാൽ ആരുമൊന്ന് അത്ഭുതപ്പെട്ടു പോകുമല്ലോ. അതാണ് അവിടെയുണ്ടായിരുന്ന എല്ലാവരും കരുതിയത്. പക്ഷേ ശ്രീരാമകൃഷ്ണൻ നൽകിയ മറുപടി കേട്ട് ആ ഭക്തൻ മാത്രമല്ല, എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി. വളരെ ശാന്തമായി, പക്ഷെ ഒട്ടും പതരാതെ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, "നിങ്ങളുടെ ഗുരു ഒരു വലിയ കള്ളനാണ്." ആ ഒരൊറ്റ വാക്കിൽ ആ ഭക്തൻ തകർന്നുപോയി. അയാൾക്ക് തന്റെ ചെവികളെ വിശ്വസിക്കാൻ പറ്റിയില്ല. ആകെ ഞെട്ടിപ്പോയ അയാൾ ചോദിച്ചു, "അങ്ങ് ഇതെന്തായി പറയുന്നത്? വെള്ളത്തിലൂടെ നടക്കാൻ സിദ്ധിയുള്ള ആള് അയാൾ എങ്ങനെ കള്ളനാകും?" ഈ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഈ കഥയുടെ യഥാർത്ഥ ജ്ഞാനം ഒളിഞ്ഞിരിക്കുന്നത്. ഇനി ശ്രീരാമകൃഷ്ണൻ കൊടുക്കുന്ന ആ മറുപടി ശ്രദ്ധിച്ചു കേൾക്കണം. വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ആത്മീയതയുടെ യഥാർത്ഥ വില എന്താണെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയാണ്. ശ്രീരാമകൃഷ്ണൻ ഇങ്ങനെയാണ് വിശദീകരിച്ചത്. നോക്കൂ, ഒരു സാധാരണക്കാരന്, ഒരു തോണിക്കാരന് വെറും 5 പൈസ കൊടുത്താൽ ആ പുഴയുടെ അക്കരെ എത്താം, അല്ലേ? നിങ്ങളുടെ ഗുരുവാണെങ്കിലോ തന്റെ ജീവിതകാലം മുഴുവൻ കഠിനമായി തപസ് ചെയ്ത് നേടിയതും ഇതേ കാര്യം തന്നെയല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ജീവിതകാലത്തെ മുഴുവൻ കഠിനാധ്വാനത്തിന്റെയും സാധനയുടെയും ആകെ വില വെറും 5 പൈസ. ശ്രീരാമകൃഷ്ണൻ തുടർന്നു, 5 പൈസ കൊടുത്താൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യത്തിനുവേണ്ടി തന്റെ ജീവിതത്തിലെ അമൂല്യമായ സമയം മുഴുവൻ പാഴാക്കിയ ഒരാളെ കള്ളൻ എന്നല്ലാതെ പിന്നെന്താ വിളിക്കുക? ഈശ്വരനെ കണ്ടെത്താൻ ഉപയോഗിക്കേണ്ട സമയം കൊണ്ട് അദ്ദേഹം വിലയില്ലാത്ത ഒരു സിദ്ധിക്ക് പിന്നാലെ പോയി. അപ്പോ എന്താ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ ആത്മീയ യാത്രയുടെ ലക്ഷ്യം വെള്ളത്തിൽ നടക്കുന്നത് പോലെയുള്ള അത്ഭുതങ്ങൾ കാണിക്കുന്നതല്ല, മറിച്ച് ഈശ്വരനെ അറിയുക, ആ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുക. അതാണ് യഥാർത്ഥ ലക്ഷ്യം. ഈ പറയുന്ന സിദ്ധികളൊക്കെ പലപ്പോഴും ആ യാത്രയിൽ നമ്മളെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ശ്രീരാമകൃഷ്ണന്റെ ആഴത്തിലുള്ള ഈ വാക്കുകൾ കേട്ടതോടെ ആ ഭക്തന്റെ അഹങ്കാരമെല്ലാം അലിഞ്ഞില്ലാതായി. അയാൾക്ക് തന്റെ തെറ്റു മനസ്സിലായി. ഈ കഥ കേട്ടതോടെ ഭക്തന് സിദ്ധികളുടെ വ്യർത്ഥത മനസ്സിലായി. സാധനകൾ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ ദൈവത്തെ അറിയാനും അനുഭവിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ആണ് എന്നും. ഒപ്പം ശ്രീരാമകൃഷ്ണന്റെ ആത്മീയ ദർശനത്തെക്കുറിച്ച് ആഴത്തിലുള്ള ബോധ്യമുണ്ടാവുകയും ചെയ്തു. ആത്മീയതയുടെ വിലപ്പെട്ട പാഠം എന്റെ കൂടെ കേട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത തവണ ചിന്തയുണർത്തുന്ന മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.